കേരളം ഇന്നൊരു ദുരന്തമുഖത്താണ്. വയനാട് ഉരുൾപൊട്ടലിന്റെ ഭീതിയിലും വേദനയിലും നിന്ന് കേരള ജനത ഇനിയും ഉയർത്തെഴുന്നേൽക്കാനായിട്ടില്ല. ഈ ഏറ്റവും വലിയ ദുരന്തത്തെയും ദുരന്ത കാരണങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യുന്ന കേരളം ഇനി ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തമായി മാറാൻ സാധ്യതയുള്ള മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് നിശബ്ദമാകുന്നത് എന്തുകൊണ്ടാണ്? ഒരു ദുരന്തമുണ്ടായിക്കഴിഞ്ഞ് ദുരിതാശ്വാസ നിധി നിറയ്ക്കാൻ ശ്രമിക്കുന്ന സർക്കാരുകൾക്കും ഭരണ സംവിധാനങ്ങൾക്കും എന്തേ ഒരു ദുരന്തം ഉണ്ടാകാതെ നോക്കാൻ കഴിയാത്തത്? ഒരു ദുരന്തം സംഭവിച്ചാൽ അതിൽ നേട്ടമുണ്ടാക്കാൻ കാത്തു നിൽക്കുന്നത് ആരാണ്? പുത്തുമലയിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയതാണ്. ആ മുന്നറിയിപ്പ് ലാഘവത്തോടെ എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും വലിയൊരു ദുരന്തം സംഭവിക്കില്ലായിരുന്നു. ഇന്ന് മുല്ലപ്പെരിയാറിൽ നമുക്ക് മുന്നിൽ നിൽക്കുന്നതും ഇതേ മുന്നറിയിപ്പ് തന്നെയാണ്. ഇന്ന് നേർക്കാഴ്ച ചർച്ച ചെയ്യുന്നതും ഈ വിഷയമാണ്. ഏവർക്കും നേർക്കാഴ്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നേർക്കാഴ്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നത് ഇടുക്കി രൂപതയുടെ മീഡിയ കമ്മീഷൻ ഡയറക്ടറായ ഫാദർ ജിൻസ് കാരക്കാട്ടച്ചനാണ്. അച്ഛാ, സ്വാഗതം. അച്ഛാ, ഇന്ന് കേരളം ഒരു ദുരന്തമുഖത്താണ്. വയനാട് ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ദുരന്തത്തെക്കുറിച്ചാണ് വാർത്താമാധ്യമങ്ങളെല്ലാം കഴിഞ്ഞൊരു 10-11 ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദുരന്തമുണ്ടായപ്പോൾ ദുരന്തത്തെക്കുറിച്ചും ദുരന്ത കാരണങ്ങളെക്കുറിച്ചും അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു ദുരന്തം സംഭവിക്കില്ലായിരുന്നുവെന്നെല്ലാം വാതോരാതെ മാധ്യമങ്ങളിലുമെല്ലാം നമ്മളെല്ലാം ചർച്ചകൾ കേൾക്കുന്നു, ആളുകളെല്ലാം പറയുന്നുണ്ട്. ഇന്ന് ഈ ഒരു ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ കേരളം പേടിക്കേണ്ട, അല്ലെങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമാണ് നമ്മൾ ഈ ഒരു വയനാട് ദുരന്തത്തെ പറയുമ്പോൾ, ഇനി ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി കേരളത്തിൽ സംഭവിക്കാവുന്ന ഒരു ദുരന്തം, ഒരു വലിയൊരു ആറ്റം ബോംബ് എന്ന് വേണമെങ്കിൽ പറയാം, അതുമായി നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒന്നുണ്ട്. അത് മുല്ലപ്പെരിയാർ ഡാമാണ്. വർഷങ്ങളായിട്ട് മുല്ലപ്പെരിയാറിൻ്റെ ആശങ്കകളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇന്ന് വയനാട് ദുരന്തമുഖത്ത് കണ്ട ആ ഒരു കാഴ്ച, അല്ലെങ്കിൽ ദുരന്തമുഖം നേരിട്ട് സന്ദർശിച്ചപ്പോൾ ഞാനടക്കം എനിക്ക് മാധ്യമപ്രവർത്തകരുണ്ടായ ആ ഒരു ഭയാനകമായ കാഴ്ച, അതിലും എത്രയോ തീവ്രമായിരിക്കാം ഈ ഒരു ഇടുക്കി ഡാം പൊട്ടിയാലുള്ള അവസ്ഥ. ഈ ഒരു ഇടുക്കിയിൽ കഴിയുന്ന, അല്ലെങ്കിൽ ഈ ഒരു ഡാമിൻ്റെ തൊട്ട് താഴെ കഴിയുന്ന രൂപതയും അവരൊപ്പം അച്ഛനൊക്കെ അവിടെ കഴിയുകയാണ്. ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് അച്ഛാ കാണുന്നത്? ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ വിഷയം. എല്ലാ മഴക്കാലവും ഒക്കെ ആകുമ്പോഴേക്കും ഉയർന്നു വരുന്ന ചർച്ചയാകുന്ന ഒരു പ്രതിഭാസമാണ് മുല്ലപ്പെരിയാർ ആശങ്ക എന്നുള്ളത് നമുക്കറിയാം. സൂചിപ്പിക്കപ്പെട്ടതുപോലെ വലിയ ഒരു ഇതിലേക്കുള്ള സൂചനയാണ് നൽകുന്നത് എങ്കിലും അത്തരത്തിലുള്ള ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥനയും നമ്മളുടെ പ്രതീക്ഷയും. എങ്കിലും അങ്ങനെ ഒരു ആശങ്കകൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ അതിനുശേഷം ഇതൊരു വലിയ ദുരന്തമായി പോയി, കഷ്ടമായി പോയി എന്ന് പറയുന്നതിനപ്പുറം അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വഴികൾ കണ്ടെത്തുകയല്ലേ ചെയ്യേണ്ടത്. അത് ചെയ്യണമെന്നാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. ഇത് പറയുമ്പോഴും ഒരു കാര്യം ഞങ്ങൾ വ്യക്തമാക്കുന്നു. ഇവിടെ താമസിക്കുന്ന ആളുകൾ, ഹൈറേഞ്ചിൽ താമസിക്കുന്ന ആളുകൾ ഗണ്യമായി ഇതിൻ്റെ അകത്ത് അപകടം വന്നാൽ ഇരയാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. എങ്കിലും ഇത് ഹൈറേഞ്ചിനെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, കേരളം മുഴുവൻ ബാധിക്കുന്ന ഒരു വലിയ സങ്കീർണമായിട്ടുള്ള വിഷയമാണ്. 2 സംസ്ഥാനങ്ങളുമായിട്ടുള്ള പ്രതിസന്ധികളാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് നമുക്കറിയാം. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്ന് വെച്ചാൽ ഈ 3 ഗവൺമെന്റുകൾ, കേന്ദ്ര ഗവൺമെന്റും കേരള, തമിഴ്നാട് സംസ്ഥാന ഗവൺമെന്റുകളും വളരെ കാര്യമാത്ര പ്രസക്തമായിട്ട് ഇതിനെ മനസ്സിലാക്കുകയും ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുകയും ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് ആമുഖത്തിൽ ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ഈ ആശങ്ക ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, ഇവിടെയുള്ള ആളുകൾക്ക് പൊടുന്നനെ ഉണ്ടായ ഒരു സംശയത്തിന്റെ പുറത്തുണ്ടായ ആശങ്കകളല്ല. ഇവിടെയുള്ള ആളുകൾ ആരെയോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും വിചാരിക്കരുത്, അങ്ങനെയൊന്നുമല്ല. ഉത്തരവാദിത്തപ്പെട്ട സമിതികൾ, UN ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട സമിതികൾ, ആ സമിതികൾ നടത്തിയിട്ടുള്ള പ്രസ്താവനകളുടെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആശങ്ക ഉണ്ട് എന്ന് നമ്മൾ വിളിച്ചു പറയുന്നത്, അതിന് പരിഹാരം കാണണം എന്ന് പറയുന്നു. ഏറ്റവും ഒടുവിൽ ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടാണ് വന്നത്. ലോകത്തെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഇനിയുള്ള അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള ഡാം മുല്ലപ്പെരിയാറാണ് എന്ന് പറയുന്നത് ഉത്തരവാദിത്വ ബോധമുള്ള ന്യൂയോർക്ക് ടൈംസ് പോലുള്ള ഒരു സംവിധാനമാണ്. അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയുമ്പോൾ അത് കാര്യമാത്രം എടുക്കുകയും ആധാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം ചെലുത്തുകയും ചെയ്യണം എന്ന് മാത്രമാണ് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ
അവർ ജനപ്രതിനിധികളോട് ഭരണകൂടത്തോട് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. ഈ ഒരു മുല്ലപ്പെരിയാർ ആശങ്ക ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് എല്ലാം ഈ ഒരു കാര്യം എടുത്ത് പറയുന്നുണ്ട്. 1975 മുതൽ കേരളവും ആവശ്യപ്പെടുന്നതാണ്. ഒരു 100 വർഷത്തേക്ക് പണിത ഒരു ഡാമാണ് ഇപ്പോഴും ഇത്ര വർഷം കഴിഞ്ഞിട്ടും നിലനിൽക്കുന്നത് എന്നുള്ളതും. പക്ഷേ ഈ സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഇന്നലെയും മുഖ്യമന്ത്രി പറയുകയുണ്ടായി, മുല്ലപ്പെരിയാറിൽ ഉടനെ എന്തെങ്കിലും സംഭവിക്കുമെന്നൊരു ആശങ്കയൊന്നും വേണ്ട എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോലും ഇന്നലെ പറയുകയുണ്ടായി. അതുതന്നെയാണ് തമിഴ്നാടും വർഷങ്ങളുടെ ആവർത്തിക്കുന്നത്. മുല്ലപ്പെരിയാറിലൊന്നും സംഭവിക്കില്ല, അത് വളരെ ബലമുണ്ട്, ഇപ്പോഴും സുരക്ഷിതമാണെന്നൊക്കെയാണ്. അപ്പോൾ പിന്നെ ഈ ഒരു ആശങ്കയുടെ വസ്തുതയുണ്ടോ? കേരളത്തിലെ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ മറ്റൊരു ഇന്ത്യയിലെ തന്നെ മറ്റൊരു സംസ്ഥാനവും അതോടൊപ്പം തന്നെ ഫെഡറൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാരും ഈ ഒരു കാര്യത്തിൽ അത്ര ഇത് പറയുന്നില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടുകൊണ്ട് ഇത്രയും വലിയൊരു ആശങ്ക ഉണ്ടാവാൻ കാരണം? ഇന്നലെ കേരളത്തിലെ മുഖ്യമന്ത്രി ഇങ്ങനെ പറയുകയുണ്ടായി, ഇവിടെ ഒരു ആശങ്കയ്ക്ക് വകയില്ല എന്നുള്ളതാണ്. ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനും ഇത് തന്നെ ആവർത്തിച്ചു. അനാവശ്യമായ ആശങ്കകൾ ജനങ്ങൾക്ക് കൊടുക്കരുത്, അങ്ങനെ ഭയപ്പെടേണ്ട സാഹചര്യം നമുക്കില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. എൻ്റെ ചെറിയൊരു സംശയം, വയനാട്ടിൽ ആർക്കാണ് ആശങ്കയുണ്ടായിരുന്നത്? അവിടെ ഉരുൾപൊട്ടുമെന്നും അവിടെ അപകടം ഉണ്ടാകുമെന്നും ആർക്കാണ് ആശങ്കയുണ്ടായിരുന്നത്? 2 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പെട്ടുമുടിയിൽ ആർക്കാണ് ആശങ്കയുണ്ടായിരുന്നത്? ആരാണ് മുന്നറിയിപ്പ് നൽകിയത്? ലിബിയയിൽ ഡാം തകർന്ന് 20,000 പേര് മരിക്കുമ്പോൾ ആർക്കാണ് ആശങ്കയുണ്ടായിരുന്നത്? അപ്പൊ ഇത് നമ്മുടെ കൈപ്പിടിയിൽ നിൽക്കുന്ന ഒരു വസ്തുതയല്ല എന്ന് ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് ആശങ്കയില്ല, ഇത് സുരക്ഷിതമാണ്, ഇത് അപകടകരമില്ല എന്ന് പറയുമ്പോൾ അത് പറഞ്ഞു പഠിപ്പിക്കേണ്ടത് ഇവിടെയുള്ള ജനത്തെയല്ല. അതാ ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചത്. ഇവിടെയുള്ള ആളുകളെ പറഞ്ഞു പഠിപ്പിക്കേണ്ടതല്ല. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, വണ്ടിപ്പെരിയാർ കവലയിൽ ഇറങ്ങിയിരുന്ന് ചായക്കടയിൽ ഇരുന്ന് സംസാരിച്ച ആളുകളുടെ ആശങ്കയല്ല ഇവിടെ ഉയർത്തുന്നത്. അവിടെ കവലയിൽ സാധനം മേടിക്കാൻ വേണ്ടി വന്ന, ചായ കുടിക്കാൻ വേണ്ടി വന്ന ആളുകൾ കടത്തണ്ണയിൽ ഇരുന്ന് പറയുന്നു, ഈ മുല്ലപ്പെരിയാർ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പരിഹാരം കാണണം എന്ന് കവലയിലുള്ള മനുഷ്യർ പറഞ്ഞതിന്റെ പേരിലല്ല ഈ വലിയ ചർച്ചകൾ നടക്കുന്നത്, ആശങ്കകൾ പങ്കുവെക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത് ഇന്റർനാഷണൽ ലെവലിൽ, ഇത് ഇന്ത്യക്ക് പുറത്ത് ഉത്തരവാദിത്തപ്പെട്ട സംവിധാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ, അത് പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ പഠനം നടത്തിയതിനു ശേഷം അവർക്ക് ലഭ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ വെളിച്ചത്തിൽ അവർ പറയുന്നു ഇത് സുരക്ഷിതമല്ല. 2021 UN റിപ്പോർട്ട് വന്നിരിക്കുന്നു, ഇത് ബലക്ഷയമുള്ള ഒരു ഡാമാണ് എന്ന് UN റിപ്പോർട്ടിൽ 2021 പറഞ്ഞിരിക്കുന്നു. ഇത് പുതിയ ഡാം പുനർനിർമ്മിക്കേണ്ട സമയമായിട്ടുണ്ട് എന്ന് പറയുന്നു. വിദഗ്ധരെല്ലാം പറയുന്നു ഒരു ഡാമിന് 50 മുതൽ 60 വർഷം വരെയാണ് ആയുസ് എന്ന് പറയുന്നു. അങ്ങനെ ആയുസ് ഉണ്ടാകുകയുള്ളൂ എന്ന് പറയുന്നിടത്ത് ഈ 130 വർഷങ്ങൾ പിന്നിട്ട ഈ വയസ്സൻ ഡാമിന് അത് സുരക്ഷിതമാണ് എന്ന് പറയുന്നതിനകത്ത് എന്ത് ലോജിക്കാണുള്ളത്? എന്തിന്റെ പിൻബലത്തിലാണ് ഇത് സുരക്ഷിതമാണ് എന്ന് പറയുന്നത്? അങ്ങനെയെങ്കിൽ ഈ ഗവൺമെന്റ് ധരിപ്പിക്കേണ്ടത് UN പോലെയുള്ള, ഈ ന്യൂയോർക്ക് ടൈംസ് പോലെയുള്ള ഈ ഏജൻസികളെ എത്രയും പെട്ടെന്ന് ധരിപ്പിക്കണം ഇതിങ്ങനെ സുരക്ഷിതമാണ്. എന്നിട്ട് അവർ പറയട്ടെ ഇത് സുരക്ഷിതമാണെന്ന് പറയട്ടെ. അവരാണല്ലോ ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കി തന്നത്. ഇത് സുരക്ഷിതമല്ല, ഇത് പുനർനിർമ്മിക്കേണ്ട കാലമായി, ഇത് കാലപ്പഴക്കം വന്നിരിക്കുന്നു, ഇത് അപകടകരമാണ്, 35 ലക്ഷം മനുഷ്യർ ഇതിന്റെ അപകടങ്ങൾ ഏറ്റുവാങ്ങും, അവർ മരണപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞത് ഈ നാട്ടിലെ ജനമല്ല. ഇത് ന്യൂയോർക്ക് ടൈംസ് പോലെ UN പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട സമിതികളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെയെങ്കിൽ ഗവൺമെന്റ് തിരുത്തേണ്ടത്, ആശങ്ക മാറ്റേണ്ടത് ജനത്തിന്റെ, ഇവിടെയുള്ള സാധാരണക്കാരെ ജനത്തോട് പറഞ്ഞല്ല, ഇത് ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികളോട് പറയുക, നിങ്ങൾ പറഞ്ഞത് തെറ്റിപ്പോയിട്ടുണ്ട്, അത് തിരുത്താൻ വേണ്ടി നിങ്ങൾ തയ്യാറാകണം എന്നല്ലേ പറയേണ്ടിയിരിക്കുന്നത്. ഓക്കെ, ഈ വിഷയത്തിൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം, ഇപ്പോൾ അവിടുത്തെ PJ ജോസഫ് കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന സമയത്തും അടക്കം ഈ മുല്ലപ്പെരിയാർ വിഷയം ഒരുപാട് ഉയർത്തിക്കൊണ്ടുവന്നു. വലിയൊരു സമരത്തിനൊക്കെ അത് അന്ന് മുന്നിട്ട് വെച്ചിരുന്നെങ്കിലും പിന്നീട് അതെല്ലാം മാറിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോഴും ആ ഒരു അവസ്ഥയിൽ തന്നെ പോകുന്നു. ഒരു വയനാട് ദുരന്തമുണ്ടായപ്പോൾ വീണ്ടും നമ്മൾ മുല്ലപ്പെരിയാർ, പക്ഷേ മുല്ലപ്പെരിയാറിൽ വർഷങ്ങളായിട്ട് അവിടെ സമരം നടക്കുന്നുണ്ട്, കണ്ടിന്യൂസ് സമരം നടക്കുന്നുണ്ട്, ജനങ്ങൾ നടക്കുന്നുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോൾ ഇതൊരു ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ളൊരു ഇതല്ല, ഡാമല്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും, ഇപ്പോൾ കേന്ദ്രം സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾ പോയാൽ തന്നെയായാലും അത് നഷ്ടപ്പെടുന്നത് ഭാരതത്തിന് തന്നെയാണ്. 35 അച്ഛൻ പറഞ്ഞ പോലെ 35 ലക്ഷം പേരെ നേരിട്ട് ബാധിക്കുന്ന ഒരു വലിയൊരു ദുരന്തം. കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള 2 മന്ത്രിമാർ കേന്ദ്ര മന്ത്രിസഭയിലുണ്ട്. കേന്ദ്രം എന്തുകൊണ്ടാണ് ഇതൊരു വോട്ട് ബാങ്കിൻ്റെ രീതിയിലോ അതല്ലെങ്കിൽ മറ്റു പല ലക്ഷ്യങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് ഇങ്ങനൊരു ദുരന്തം കണ്ണടയ്ക്കുകയാണോ? ഇതിൻ്റെ അകത്ത് സൂചിപ്പിക്കപ്പെട്ടതുപോലെ പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു വിഷയമായതിനാൽ
കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ് എന്ന് ഞാൻ കരുതുകയാണ്. കാരണം ഈ സംസ്ഥാനങ്ങൾ തമ്മിൽ ഇത് ചർച്ച ചെയ്ത് വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക അത്ര എളുപ്പമാണ് തോന്നുന്നില്ല. കാരണം ഇതിന്റെ ചരിത്ര വഴികൾ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കേരളവും തമിഴ്നാടും തമ്മിലുള്ള അവര് ഈ രണ്ട് സംസ്ഥാനങ്ങളെ തമ്മിൽ വേർതിരിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത് പശ്ചിമഘട്ട മലനിരകളാണ്. ഈ മലനിരകളാണ് കേരളത്തിൽ മഴ ലഭിക്കുന്നതിനും തമിഴ്നാട്ടിൽ മഴ ലഭിക്കാതിരിക്കുന്നതിനും കാരണമായി തീരുന്നത് എന്ന് നമുക്കറിയാം. ഈ പശ്ചിമഘട്ടത്തിന്റെ മറുപുറത്തുള്ള തമിഴ്നാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ മഴനിഴൽ പ്രദേശങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ മഴ കുറവാണ്, അവർക്ക് ജലലഭ്യതയില്ല, അവിടെ ജലസ്രോതസ്സുകളില്ല, മഴ കുറവാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രദേശത്ത് ആവശ്യമായ ജലം, അവിടെ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ജലം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള വഴികൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ആദിമകാലം തൊട്ടേ ഒരു പരിശ്രമം നടന്നിരുന്നു എന്ന് ചരിത്രത്തിൽ നമ്മൾ കണ്ടുകൂട്ടുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ നാട്ടുരാജാക്കന്മാർ ഭരണം നടത്തുകയും തമിഴ്നാട്ടിൽ ബ്രിട്ടീഷ് ഭരണത്തിന്റെ നിയന്ത്രണത്തിലാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്ന് ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ 1800-കളിലാണ് കണ്ടെത്തുന്നത്. ഇവിടെ പെരിയാർ, മുല്ലപ്പെരിയാർ കുറുകെ ഒരു ഡാം കെട്ടി അവിടുന്ന് മല തുരന്ന് കൊണ്ടുപോകാം എന്നൊരു സാധ്യത കണ്ടെത്തുന്നത്. ആ സാധ്യതയുടെ ഫലമായിട്ടാണ് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുന്നത്. സാങ്കേതിക വിദ്യകളുടെ ദൗർലഭ്യം മൂലം അത് കുറച്ച് ലാഗ് ചെയ്തു പോയി എന്നുള്ള വസ്തുതയാണ്. അങ്ങനെ ഇരിക്കുകയാണ് 1876-78 കാലഘട്ടങ്ങളിൽ മദ്രാസിൽ വലിയ ജലക്ഷാമം രൂക്ഷമായി 55 ലക്ഷം ആളുകൾ അവിടെ മരണപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഏത് വിധേനയും തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നടക്കുന്നത്. ക്യാപ്റ്റൻ ജെ ബെന്നിക്യുക്ക് ആണ് ഈ പദ്ധതി ഗവൺമെന്റിന് മുമ്പിൽ അവതരിപ്പിച്ചത് നമുക്കറിയാം. അതിന്റെ ഫലമായിട്ട് ഒരു കരാറിലേക്ക് എത്തുന്നു. കരാർ ഉണ്ടാകേണ്ട അനിവാര്യം എന്ന് പറയുന്നത് രണ്ടിടത്തും രണ്ട് ഗവൺമെന്റ് ആണ് എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് ഈ കരാർ 1886-ലാണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാർ നിലവിൽ വരുന്നത്. ആ പാട്ടക്കരാർ നിലവിൽ വരുമ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്ന വിശാഖം തിരുനാൾ രാജാവ് ആദ്യമേ അതിനെ എതിർത്തു എന്നുള്ളത് നമുക്കറിയാം. ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ നിർബന്ധവും ഭീഷണിയും കൊണ്ടാണ് അദ്ദേഹം പിന്നീട് ഒപ്പിട്ടത്. ഒപ്പിടാൻ വേണ്ടി അദ്ദേഹം നിയമിച്ചത് അദ്ദേഹത്തിന്റെ ദിവാനായിരുന്ന വി രാമ അയ്യങ്കാറെയാണ് നിയമിച്ചത്. അദ്ദേഹമാണ് ഒപ്പിടാൻ വേണ്ടി പോയത്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഉണ്ടായ വിഷയം എന്താണ്? ഈ രാമ അയ്യങ്കാർ എന്ന് പറയുന്ന ദിവാൻ അദ്ദേഹം തമിഴ് ബ്രാഹ്മണനായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഈ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ ഒരു 50-50 പോളിസിയാണ് നമ്മൾ നടപ്പിലാക്കിയത്. തമിഴ്നാടിന് ആവശ്യമായിട്ടുള്ള ജലം നമ്മൾ കൊടുക്കുക, അത് അവർ ഉപയോഗിക്കുകയും അതിൽ നിന്ന് ലഭ്യമാകുന്ന ലാഭത്തിന്റെ പകുതി കേരളത്തിന് നൽകുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു അതിനകത്തുണ്ടായ ഒരു ധാരണ. ആ ധാരണകൾ ഈ രാമയ്യങ്കാർ ഒപ്പിടാൻ വേണ്ടിയിട്ട് പോയ കരാറിൽ ഈ 50-50 എന്ന് പറയുന്ന പോളിസി എവിടുന്നോ എങ്ങനെയോ അപ്രത്യക്ഷമായതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഉണ്ടായൊരു ധാരണ എന്ന് പറയുന്നത് ഏക്കറിന് 5 രൂപ നിരക്ക് ഇവിടെ കേരള സർക്കാരിന് കൊടുത്തേക്കാം എന്നുള്ളതായിരുന്നു, ഗവൺമെന്റ് കൊടുത്തേക്കാം എന്നുള്ളതായിരുന്നു, തമിഴ്നാട് കൊടുത്തേക്കാം എന്നുള്ളതായിരുന്നു. ആ പോളിസിയുടെ മാത്രമായിട്ട് ഭാഗമായിട്ട് ഈ കരാർ മാറുകയും 99 വർഷത്തേക്കാണ് കരാർ. ചർച്ചകളെല്ലാം അങ്ങനെ തന്നെയാണ് നടന്നത്. പക്ഷെ ഒപ്പിട്ട കരാറിൽ എങ്ങനെയോ 99 എന്നുള്ളത് 39 മാറി. 999 വർഷത്തേക്കാണ് കരാർ. കേട്ടുകേഴ്വിയില്ലാത്തൊരു കരാറായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഒരു ചർച്ച ഒരിടത്തും വന്നിട്ടില്ല. പക്ഷെ ഒപ്പിട്ട കരാറിന്റെ അകത്ത് 999 വർഷം എന്നുള്ള ഒരു സംഖ്യ തന്ത്രപൂർവ്വം അതിൻ്റെ അകത്ത് കയറുകയുണ്ടായി. അവിടെ ഉണ്ടായിരുന്ന ഒരു 8000 ഏക്കർ സ്ഥലം, ആ 8000 ഏക്കർ സ്ഥലത്തിന്റെ ഉത്തരവാദിത്വവും ഉടമസ്ഥതയും ബ്രിട്ടീഷ് ഭരണകൂടം അങ്ങ് ഏറ്റെടുത്തു. ആ ഭരണകൂടം ഏറ്റെടുക്കുമ്പോൾ അവർക്കുണ്ടായിരുന്ന ലക്ഷ്യം എന്താണ്? ഈ 8000 ഏക്കറിന് വിസ്തൃതമായിട്ടുള്ള ഈ സ്ഥലത്തുള്ള തടികൾ, വിളകൾ, വിഭവങ്ങളെല്ലാം അവർക്ക് ഉപയോഗിക്കാം, അവർക്ക് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാം, വിദേശ രാജ്യങ്ങളിലേക്ക്, ബ്രിട്ടീഷ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കുതന്ത്രമായിരുന്നു അവർ നടത്തിയിരുന്നത്. അത് തമിഴ്നാട്ടുകാർക്ക് വലിയ ഗുണകരമായിട്ടൊന്നുമില്ല, പക്ഷേ അത് ബ്രിട്ടീഷുകാർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കാരണമായി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ഒരു കരാറാണ്, തുടക്കം തൊട്ട് കല്ല് കടിക്കുന്ന ഒരു കരാറാണ് എന്ന് മനസ്സിലാക്കണം. ഈ കരാറിൻ്റെ അകത്ത് 170 അടി ഉയരമുള്ള ഈ ഡാമിൽ 152 അടി ജലം സംഭരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു തീരുമാനത്തിലേക്ക് വരുന്നു. പിന്നീട് ഈ ബ്രിട്ടീഷ് ഗവൺമെന്റ് അതിനകത്തുനിന്ന് വൈദ്യുതി ഉൽപാദനം തുടങ്ങുന്നു. അപ്പോഴേക്കാണ് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. കരാറ് പ്രകാരം കൃഷിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ജലം കൊടുത്തത്. അങ്ങനെ കൃഷിക്ക് പ്രതി ഉൽപാദനം
മാറ്റുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് പരിശ്രമിച്ചു എന്നുള്ളത് കൂടുതൽ തർക്കങ്ങൾക്ക് കാരണമായി. ആ തർക്കങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോവുകയും പരിഹരിക്കുകയും കേസുകളാകുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 1970 ശ്രീ അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരിക്കും നമുക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം വന്നതാണ്. ഈ കരാറ് തിരുത്താൻ വേണ്ടിയിട്ടുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യം നമുക്ക് വന്നതാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ അദ്ദേഹം ഇത് പുതുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമത്തിനിടയ്ക്ക് അദ്ദേഹം ഈ 5 രൂപ എന്നുള്ളത് 30 രൂപയാക്കി മാറ്റി. ആകെപ്പാടെ ചെയ്തത് 5 രൂപ എന്നുള്ളത് 30 രൂപയാക്കി മാറ്റി. പിന്നെ തമിഴ്നാട് ഗവൺമെന്റിന്, തമിഴ്നാട് ഭരണകൂടത്തിന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട പെർമിഷൻ നമ്മൾ നൽകുകയും ചെയ്തു. അങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ഭാഗമായി 7.5 ലക്ഷം രൂപ വർഷം തോറും അത് കേരളത്തിന് നൽകണം എന്ന് കരാറിനകത്ത് എഴുതി ചേർത്തു. പക്ഷേ ഈ 999 വർഷം എന്നുള്ളത് തിരുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു ദയനീയ പരാജയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പിന്നെ ബ്രിട്ടീഷുകാരുമായിട്ട് ഉണ്ടാക്കിയ ഈ കരാറിനകത്ത് എന്താണ് പ്രസക്തി? എല്ലാ കരാറുകളും അവിടെ അസ്തമിച്ചു പോയെടുത്ത് വീണ്ടും ജീവന്റെ തുടിപ്പുണ്ടായിരുന്ന ഏക കരാർ എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ കരാർ മാത്രമാണ് എന്നുള്ളതും നമ്മളുടെ ഉള്ളിൽ കൗതുകമായിട്ട് നിലനിൽക്കണം. അതെങ്ങനെയാണ് ആ കരാർ മാത്രം നിലനിൽക്കാൻ വേണ്ടിയിട്ട് കാരണം എന്ന് നിലനിൽക്കുകയാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഇതൊക്കെയാണ് ഇതിന്റെ ചരിത്ര പശ്ചാത്തലം. ഇങ്ങനെയാണ് ഈ ഡാം ഉണ്ടാകുന്നത്. അല്ലാണ്ട് ഇത് പെട്ടെന്നൊരു ഡാം അങ്ങ് ഉണ്ടാക്കിയെടുക്കുകയും അതങ്ങ് തകർന്നു പോവുകയും ചെയ്യുന്നു എന്നുള്ളതല്ല. ഇത് ഇങ്ങനെ പാട്ടക്കരാറിന്റെ ഭാഗമായിട്ടുണ്ടാക്കി ഇത്രയും വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു, 130 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഈ ഡാം സ്ഥാപിച്ചിട്ട് ഇത്രയും വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു എന്ന്. ഇത് ഇത്രയും നാൾ നിലനിന്ന് തന്നെ ദൈവാനുഗ്രഹം എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഇവിടെ നമ്മുടെ ആശങ്ക എന്താണ്? നമ്മുടെ ആശങ്ക എന്ന് പറയുന്നത് 75 ചൈനയിലെ ബാഞ്ചിയാഗോ ഡാം തകർന്നു. 75 ചൈനയിലെ ബാഞ്ചിയാഗോ ഡാം തകർന്നു. ഈ ഡാമിന് മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് വലിയ സാമ്യമുണ്ട്. അതിന്റെ ഘടനയിലും അതിന്റെ നിർമ്മിതിയിലും എല്ലാം മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് വലിയ സാമ്യമുള്ള ഡാമാണ് ഈ ചൈനയിലെ ബാഞ്ചിയാഗോ ഡാം. 79 ഗുജറാത്തിലെ മാച്ചു ഡാം തകർന്നു. 79 ഗുജറാത്തിലെ മാച്ചു ഡാം തകർന്ന് അപകടം ഉണ്ടായപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിൽ കേരള ഗവൺമെന്റ് സെൻട്രൽ വാട്ടർ കമ്മീഷനെ സമീപിച്ചിട്ട് ഈ ഡാമിന്റെ സുരക്ഷയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി കമ്മീഷൻ വെക്കാൻ വേണ്ടിയിട്ട് ആലോചന നടത്തുകയുണ്ടായി. ഈ കമ്മീഷൻ പഠനം നടത്തിയതിനു ശേഷം അവർ നടത്തിയിട്ടുള്ള ഒരു 3 ഇന പരിപാടികൾ എന്ന് പറയുന്നത് എമർജൻസി പ്രൊവിഷൻസ് നടത്തുക, മീഡിയം പ്രൊവിഷൻസ് നടത്തുക, ലോങ് ടൈം പ്രൊവിഷൻസിന് വേണ്ടിയിട്ടുള്ള ശുപാർശകളാണ് അവർ നടത്തിയത്. അതിന്റെ ഭാഗമായിട്ട് 152 എന്നുള്ളത് പെട്ടെന്ന് 136ലേക്ക് മെയിൻ്റനൻസ് വർക്കുകൾ നടത്തണം. അതിനുശേഷം സുരക്ഷ ഉറപ്പുവരുത്തിയതിനു ശേഷം 150 ഉയർത്താം എന്ന് തീരുമാനിച്ചു. അങ്ങനെ 136 ആക്കി. ഇവര് 84 കോൺക്രീറ്റ് വർക്കുകൾ ആരംഭിച്ചു. 94 വർക്കുകൾ പൂർത്തിയാക്കി എന്ന് തമിഴ്നാട് സമിതിയെ അറിയിച്ചു, ഈ കമ്മീഷനെ അറിയിച്ചു. അതുകൊണ്ട് ഞങ്ങളുടെ വർക്കുകളൊക്കെ പൂർത്തിയാക്കി, ഇന്ന് 152 അടിയിലേക്ക് ഉയർത്താം എന്ന് തീരുമാനിച്ചു. കേരളത്തിന് ബോധ്യപ്പെട്ടു. കേരളം ഇതുമായിട്ട് അന്വേഷണം നടത്തിയപ്പോൾ ഇവർ പറഞ്ഞ രീതിയിൽ നമ്മൾ നടത്തിയിട്ടുള്ള കരാറുകൾ അനുസരിച്ചുള്ള നിർമ്മാണങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ ഭാഗമായി നമ്മൾ വീണ്ടും അപ്പീലുകൾ നൽകി. നമ്മൾ കോടതിയെ സമീപിച്ചു, സുപ്രീം കോടതിയെ സമീപിച്ചു. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ 1970 അച്യുതമേനോന്റെ അവിടെ നിന്ന് കരാറ് നമുക്കൊരു ചെറിയൊരു അബദ്ധം പറ്റി. ചെറുതല്ല, വലിയൊരു അബദ്ധം പറ്റി, നമ്മൾ ചെയ്തില്ല. പക്ഷേ അതിനുശേഷം 30 വർഷം ശേഷം ഈ കരാറ് പുതുക്കണം അല്ലെങ്കിൽ പാട്ടത്തുക വർദ്ധിപ്പിക്കണം എന്നെല്ലാം ഒരു തിരുത്തി ചെയ്യണമെന്നൊരു ക്ലോസ് ഉണ്ടായിരുന്നു. പക്ഷേ 2000 അത് നമ്മൾ ചെയ്തിട്ടില്ല എന്ന് കാണുന്നുണ്ട്. അതെ, കേരള ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള വീഴ്ചകളാണ് നമ്മൾ ഇത് കാണുന്നത്. എന്ന് പറഞ്ഞാൽ അച്യുതമേനോന്റെ കാലത്തുണ്ടായത് വലിയ വീഴ്ചയാണ്. നമുക്ക് പൊറുക്കാൻ മേലാത്ത രീതിയിലുള്ള തെറ്റാണ് അന്നുണ്ടായത്. പിന്നീടാണേലും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിനെ ഗൗരവത്തോടെ എടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ ആദ്യം ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ മഴക്കാലം ഉണ്ടാകുമ്പോൾ മാത്രം തലപൊക്കുന്നൊരു വിഷയമായിട്ട് മാറിയിരിക്കുന്നു. ഇത് ഈ മഴക്കാലമായപ്പോഴാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. വയനാട് വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോഴും ഇത് ചർച്ചയാകുന്നത്. കേരളത്തിലെ ആളുകളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെന്റിന് സാധിക്കുന്നില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് എന്ന് പറയാതിരിക്കാനായിട്ട് തരവില്ല. അതുകൊണ്ട് ഇപ്പോഴാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ആശങ്കകൾ ഞാൻ സൂചിപ്പിച്ച പോലെ ഈ ആശങ്കകളൊക്കെ ഉണ്ടാകുന്നത് ഉത്തരവാദിത്തപ്പെട്ട സമിതികളിൽ നിന്നുണ്ടാകുന്ന വിലയിരുത്തലാണ്. മുല്ലപ്പെരിയാർ ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചല്ലോ, വണ്ടിപ്പെരിയാറിലുള്ള മനുഷ്യർ പറഞ്ഞതല്ല. ഇത് UN റിപ്പോർട്ടാണ്. 2021 UN റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഭീതിതമായിട്ടുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാകുന്നത്. 35 ലക്ഷം ജനം ഇതിന്റെ ചുവട്ടിൽ അപകടത്തിലാണ് എന്ന് പറയുന്ന ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടും വന്നിട്ടുള്ളത് ഈ സമീപകാലത്താണ്. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ
ഇത് ആരാണ് ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത്? ഇത് ഗവൺമെന്റുകൾ തന്നെയാണ് ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ഒരു കാര്യം നമ്മളിതെല്ലാം പറയുമ്പോഴും നമ്മുടെ സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട് നടന്ന എല്ലാ കേസുകളിലും കേരളത്തിന് തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ തൽക്കാലത്തേക്ക് അതിൻ്റെ അടി ഇത്ര കുറയ്ക്കണമെന്ന് പറഞ്ഞ കേസിൽ പോലും സുപ്രീം കോടതി കേരളത്തിന് തിരിച്ചടിയുണ്ടാകുന്ന ഒരു വിധിയാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് കോടതി വിധികൾ പോലും ഈ ഒരു വിഷയം മാനുഷികമായി കാണുന്നില്ല? അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ കരാറുമായി ബന്ധപ്പെട്ട് പോലും തമിഴ്നാടിന് അനുകൂലമായ എല്ലാ വിധികളും പുറപ്പെടുവിക്കുന്നു. കോടതിയെ നമുക്ക് കുറ്റം പറയാനായിട്ടാവില്ല. കോടതി വിധികൾ മാനുഷികമല്ല എന്ന് പറയുന്നതിൻ്റെ അകത്ത് അർത്ഥമില്ല. കാരണം കോടതിയിൽ എങ്ങനെയാണ് കോടതി ഒരു വിഷയത്തെ കാണുന്നത്? ആ വിഷയത്തിന് മേൽ അവതരിപ്പിക്കപ്പെടുന്ന നിജസ്ഥിതിയുടെ വെളിച്ചത്തിലാണ്. അവിടെ അവതരിപ്പിക്കാൻ വേണ്ടി തെളിവുകൾ ഉണ്ടാകണം. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി വിധി പ്രസ്താവിക്കുന്നത്. നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ കോടതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി നമുക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഈ വിഷയങ്ങളിലെല്ലാം കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴെല്ലാം ഒരു വിധി സമ്പാദിക്കുവാൻ തമിഴ്നാടിന് അനുകൂലമായിട്ട് കോടതി ചേരുന്ന വക്കീലുമാർക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ദയനീയ അവസ്ഥ മനസ്സിലാക്കി കൊടുക്കാൻ, അത് അവതരിപ്പിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴാണെങ്കിലും സുപ്രീം കോടതിയിൽ കേസ് കിടപ്പുണ്ടല്ലോ. ആ സുപ്രീം കോടതി കിടക്കുന്ന കേസ് എന്താണ്? ഇതിന്റെ ഈ ഡാമിന്റെ അപകട സാധ്യതയെക്കുറിച്ച്, അതിന്റെ നിലനിൽപ്പിനെ കുറിച്ച് ഒരു വിദഗ്ധ സമിതിയെ കൊണ്ട് പഠിപ്പിക്കണം. ആ പഠനം നടത്തിയിട്ട് അത് ബോധിപ്പിക്കണം എന്ന് ഒരു റിക്വസ്റ്റ് കിടപ്പുണ്ടല്ലോ സുപ്രീം കോടതിയിൽ. അതിനെ എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റുകൾ പിന്തുണയ്ക്കാത്തത്? അങ്ങനെ ഒരു റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കാത്തത് എന്തുകൊണ്ടാണ്? ആ പറഞ്ഞതിൻ്റെ അകത്ത് ആ അപ്പീലിന് കഴമ്പുണ്ട് എന്ന് എന്തുകൊണ്ടാണ് കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റ് പറയാത്തത് എന്തുകൊണ്ടാണ്? അപ്പൊ ഇത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്തുണ്ടായ വീഴ്ച തന്നെയാണ്. ഗൗരവത്തോടെ കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. തമിഴ്നാട് ഈ വിഷയത്തെ കാണുന്നത് പോലെ ഗൗരവത്തോടെ ഈ വിഷയത്തെ കാണാൻ വേണ്ടി കേരള ഗവൺമെന്റിനോ കേരളത്തിന് അനുകൂലമായിട്ട് ഈ വിധിക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുക കേന്ദ്ര ഗവൺമെന്റിനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മളുടെ എല്ലാ സമയത്തും നമ്മൾ പറയുന്നത് തമിഴ്നാടിന് ജലം അനിവാര്യമാണ്, അത് കൊടുക്കേണ്ടത് തന്നെയാണ്, അത് കൊടുക്കണം, അത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തണം. പക്ഷെ തമിഴ്നാടിന് ജലം കൊടുക്കുമ്പോൾ ഇവിടെ താമസിക്കുന്ന ഈ ലക്ഷക്കണക്കിന് വരുന്ന ആളുകളുടെ സുരക്ഷിതത്വം കൂടെ ഉറപ്പുവരുത്തേണ്ടതില്ലേ എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ ചോദ്യം. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ സംസ്ഥാന ഗവൺമെന്റുകൾ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇപ്പോഴും നമുക്ക് മനസ്സിലാകുന്നത്, ഇന്നലെ മുഖ്യമന്ത്രിയും ജലവിഭവ വകുപ്പ് മന്ത്രിയും ഒക്കെ പറയുന്നതാണ്, അനാവശ്യമായ ആശങ്കകൾ മനുഷ്യരുടെ ഇടയ്ക്ക് ജനിപ്പിക്കരുത്. അതാരോടാണ് പറയുന്നത്? ഈ വിഷയവുമായിട്ട് മുന്നോട്ടിറങ്ങുന്ന ആളുകളോട് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ജനങ്ങളെ ആശങ്കയിലേക്ക് തള്ളിവിടരുത്. ആശങ്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളൊന്നും സാഹചര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇത് സുരക്ഷിതമാണ് എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, കേരളത്തിന്റെ ജലവിഭവ വകുപ്പ് മന്ത്രിയാണ്. അത് എത്രയോ ഉത്തരവാദിത്തരഹിതമായിട്ടുള്ള പ്രസ്താവനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഒരു ഭൂകമ്പം വന്ന് തകർന്നു പോകുന്നല്ലോ, അത് എത്രയോ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഭൂകമ്പത്തെ വന്നാൽ, ഒരു വലിയ ഭൂമികുലുക്കം വന്നാൽ അതിനെ അതിജീവിക്കാനായിട്ട് ഈ ഡാമിന് ശേഷിയില്ല എന്ന് വിദഗ്ധരായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് സോൺ 5 എന്ന അപകട ഒരു പ്രദേശത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്ഥലമാണ്. ഒരു 5.6 ലെവലിലൊരു ഭൂകമ്പം ഉണ്ടായാൽ തീർച്ചയായും ആ റേഞ്ചിൽ പോലും ഒരു ഭൂകമ്പം ഉണ്ടായാൽ തീർച്ചയായും മുല്ലപ്പെരിയാർ പൊട്ടിയിരിക്കും. അത് ആ അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോഴാണ് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി ഇന്നലെ പ്രസ്താവന ഇറക്കിയിട്ടുള്ളത്, ഭൂകമ്പം വന്നാൽ പിടിച്ചു എല്ലാവർക്കും അറിയാം എല്ലാ നിർമ്മിതി അങ്ങനെ തന്നെയാണ് എന്ന്. പക്ഷേ ഇത് ഇത്രയും വലിയൊരു ജലസംഭരണി ഇങ്ങനെ ജലം പിടിച്ചു നിർത്തിയിട്ട് ഈ ഭൂകമ്പം വന്നാൽ ഇത് അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി ഗവൺമെന്റ് പറ്റത്തില്ല എന്ന് പറയുന്നതിൻ്റെ അകത്ത് എന്ത് നീതിബോധമാണ്, എന്ത് മനുഷ്യത്വപരമായ പ്രസ്താവനയാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇറക്കുന്നത് എന്നാണ് നമുക്ക് അറിഞ്ഞുകൂടാത്തത്. അപ്പൊ ഇത് അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണ്ടേ, നമ്മൾ ശ്രദ്ധ ചെലുത്തണ്ടേ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതിനു വേണ്ടിയിട്ടുള്ള വഴികൾ കണ്ടെത്തണ്ടേ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇത് അപകട സാധ്യതയാണ് എങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇത്രയും ഹൈറ്റ് വെള്ളം, ഈ 136, 140 അടി ഉയരത്തിൽ വെള്ളം ഇതിനകത്ത് പിടിച്ചു നിർത്തുന്നത് എന്ത് ധൈര്യത്തിലാണ്? ഇതിന്റെ ചോട്ടിൽ കിടക്കുന്ന മനുഷ്യരല്ലേ? അപ്പം ഈ കഴിഞ്ഞ ദിവസം മന്ത്രിമാർ പറഞ്ഞു ഇത് എല്ലാം ഇടുക്കിയിൽ വന്ന് സംഭരിക്കും, ഇടുക്കിയിലെല്ലാം സുരക്ഷിതമാണ്, ഇടുക്കി ഡാമൊന്നും പോകില്ല. അങ്ങനെയെങ്കിൽ മുല്ലപ്പെരിയാർ തൊട്ട് ഇടുക്കി വരെയുള്ള പ്രദേശത്തുള്ള മനുഷ്യർക്ക് എന്ത് ചെയ്യും? അവിടെയും കിടക്കുന്ന മനുഷ്യരല്ലേ? ഇത് ഒഴുകി വരുന്ന എതിരെയാണ്.
ഇത് വണ്ടിപ്പെരിയാർ ഉൾപ്പെടെയുള്ള പ്രദേശത്തോട് ഒഴുകി വരണ്ടേ? അപ്പൊ ഇത്രയും കിലോമീറ്റർ ദൈർഘ്യം കിടക്കുന്ന ഈ വഴികളിലെ അങ്ങനെ ആ ഒരു കാര്യം വെച്ചാൽ ആ ഒരു വിഷയം, അതായത് ഇപ്പോൾ ഇടുക്കി ഡാം വലിയൊരു ഡാമാണ്. മുല്ലപ്പെരിയാറിലെ വെള്ളം മുഴുവനായിട്ട് ഇടുക്കി ഡാമിൽ സംഭരിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു 4 ജില്ലകളെ ബാധിക്കുന്ന 35 ലക്ഷം പേരെ ബാധിക്കുന്ന ഒരു ദുരന്തമല്ലാതായി മാറും എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇടുക്കി ഡാമിന് ഇവിടെ നിന്ന് വരുന്ന ഈ വെള്ളം മുഴുവൻ അല്ലെങ്കിൽ പിടിച്ചു നിർത്താനുള്ള ശേഷി ഉണ്ടാവുമോ? ഇടുക്കി ഡാമിന്റെ സുരക്ഷയെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, പക്ഷെ നമ്മൾ വളരെ പ്രായോഗികമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. വെള്ളം കൂടിക്കഴിയുമ്പോൾ ഇത്ര അടി ഷട്ടർ ഉയർത്തി വെള്ളം തുറന്നു വിടുന്നത് നമുക്കറിയാം, അത് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ തുറന്നു വിട്ടതാണ് തുറന്നു വിട്ടത്. ഇത്ര അടി ഉയർത്തുന്നു, ജലം തുറന്നു വിടുന്നു, ഇത്ര ക്യൂബിക്കടികളാണ് തുറന്നു വിട്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് വിട്ടിട്ട് പോലും ഇടുക്കി ഡാമിന്റെ വെള്ളം ഒഴുകിയുടെ അവസ്ഥ എന്തായിരുന്നു നമുക്കറിയാം. നമുക്കെല്ലാം മനുഷ്യർക്കറിയാവുന്നില്ല. 2018 സംഭവിച്ചത് നമുക്കറിയാവുന്നല്ലേ. അങ്ങനെ നിയന്ത്രിതമായിട്ട് തുറന്നു വിട്ടപ്പോൾ ഉണ്ടായ അപകടം എന്തുമാത്രമായിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണല്ലോ. അങ്ങനെയെങ്കിൽ ഇതങ്ങനെ നിയന്ത്രണ വിധേയമൊന്നും അല്ലാതെ ഇത് ഈ ഭൂകമ്പം പോലെ പുറത്തേക്ക് വരുമ്പോൾ അതിനെ പിടിച്ചു നിർത്താനായി ഉണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാനായിട്ട് അങ്ങനെ നമ്മളിങ്ങനെ സ്വപ്ന ലോകത്തിലിരിക്കുന്നതിൻ്റെ അകത്ത് വലിയ അർത്ഥമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും. മറ്റൊരു വിഷയം വെച്ചാൽ ഇപ്പോൾ ഈ നമ്മുടെ പുത്തുമലയിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ അന്ന് മുന്നറിയിപ്പ് നൽകിയതാണ് ഈ മുണ്ടക്കയും ചൂരൽമലയും പ്രദേശം വളരെ ഡേഞ്ചറാണ്, അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്നുള്ളത്. പക്ഷേ 5 വർഷത്തിന് ശേഷം അവിടെ ഉരുൾപൊട്ടലുണ്ടായി. കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തമായി അത് മാറി. അന്ന് ഒരു പക്ഷേ ഈ ഒരു പുത്തുമല തൊട്ടടുത്തുള്ള സ്ഥലമാണ്, ഈ ഒരു ചൂരൽമലയുടെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് പുത്തുമല എന്നുള്ളത്. അന്ന് സർക്കാരുകൾ അതുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ ഒരു മുൻകരുതൽ എടുത്തിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ കേരളം കരയേണ്ടി വരില്ലായിരുന്നു, അല്ലെങ്കിൽ ഇത്രമാത്രം വേദനിക്കേണ്ടി വരില്ലായിരുന്നു. ഇത് തന്നെ അല്ലേ മുല്ലപ്പെരിയാർ വിഷയത്തിലും. ഇന്ന് സർക്കാരിൻ്റെ, അതായത് ഈ പറഞ്ഞ ദുരിതാശ്വാസ നിധി നിറയ്ക്കാനൊക്കെ ആയിട്ട് നെട്ടോട്ടം ഓടുന്ന സർക്കാർ, എന്തിനാണ് ഈ ദുരിതാശ്വാസ നിധി? ഒരു ദുരിതം ഉണ്ടാകുമ്പോൾ അത് ഇല്ലാതാക്കാനാണ്. പക്ഷെ ഒരു ദുരന്തം ഉണ്ടാകാതിരുന്നൂടെ? ഇവർക്ക് പലപ്പോഴും ജീവനെ നഷ്ടപ്പെട്ടാൽ ആ ജീവൻ തിരികെ നൽകാനോ, അല്ലെങ്കിൽ ബന്ധുക്കൾ ഉറ്റവരൊക്കെ നഷ്ടപ്പെട്ടു പോയവർക്ക് ഉറ്റവരെ തിരികെ നൽകാനോ ഒരു ദുരിതാശ്വാസ നിധിക്കും ഈ കേരളത്തിൽ നിന്ന് ലോകത്ത് സാധിക്കില്ല. അപ്പോൾ ഒരു ദുരന്തം ഉണ്ടാകാതെ നോക്കേണ്ടതിന് പകരം ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ദുരന്തം തീർക്കാൻ നോക്കുന്ന സർക്കാരുകൾ ഈ ദുരന്തം കൊണ്ട് ആരെങ്കിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? വയനാട്ടിലെ ദുരന്തത്തിൽ 500ഓളം പേര് നമുക്ക് നഷ്ടമായി മരണപ്പെട്ടു എന്ന് നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നു. ഇപ്പൊ തന്നെ ഏകദേശം 500ഓളം പേര്, 500ന് മുകളിലേക്കൊക്കെ വരുമായിരിക്കും. ഈ മരണപ്പെട്ടു പോയ കാണാതായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ എന്ത് ആശ്വാസം കൊടുക്കും എന്നാണ് പറയുന്നത്. നമ്മളുടെ ഈ ദുരിതാശ്വാസം കൊണ്ട് എന്ത് ആശ്വാസമാണ് ലഭിക്കുക? ചില വീടുകളിലേക്ക് കൂട്ടത്തോടെ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ചിലരുടെ എല്ലാവരും ഉറ്റവരും ഉടയവരും എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഒരായുസ് കൊണ്ട് നേടിയിട്ടുള്ള അവരുടെ വിഭവങ്ങൾ, അവരുടെ വീട്, അവരുടെ പുരയിടം, കൃഷി ഒക്കെ നശിച്ചു പോയിട്ടുണ്ട്. അവർക്ക് എന്ത് ആശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്നത്. ഒരാശ്വാസം ആർക്കും കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ഇനി ശേഷിക്കുന്ന ആളുകളെ ജീവിക്കാൻ സഹായിക്കുക എന്ന് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ആശ്വാസം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുമോ? അതൊരു ആശ്വാസം എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഇവിടെ ഈ സമീപകാലത്ത് നടക്കുന്ന ദുരന്തങ്ങൾ അത് പൊടുന്നനെ നടക്കുന്ന ദുരന്തങ്ങളല്ല. ചില ഓർമ്മപ്പെടുത്തലുകളൊക്കെ അതിന് മുമ്പിൽ നടന്നിട്ടുണ്ട്. ആ ഓർമ്മപ്പെടുത്തലുകളെ ഒന്നും പ്രസക്തമായിട്ട് നമ്മൾ എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ കാര്യമാത്ര പ്രസക്തമായിട്ട് എടുക്കാതെ വരികയും തൽഫലമായിട്ട് ദുരന്തങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഗവൺമെന്റ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്തുണ്ടാകുന്ന വീഴ്ചകൾ, ഇത് മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാറിനെ കുറിച്ച് എത്രയോ നാളുകളായിട്ട് നടത്തുന്ന സംസാരങ്ങളാണ്. ആ സംസാരങ്ങളുടെ മേൽ നമ്മൾ എന്ത് നടപടിയാണ് എടുത്തിട്ടുള്ളത്? നമ്മൾ ചെയ്യാൻ പറ്റുന്ന, കേരളം ചെയ്യാൻ പറ്റുന്നതല്ല എന്നാണ് ഇപ്പോൾ ഉയർത്തുന്ന വാദം. കേരളം എന്താണ് ചെയ്തത്? കേരളം ഇങ്ങനെ അഭിപ്രായം പറയുകയാണോ, അല്ലെങ്കിൽ കേസ് കൊടുത്തു പോവുകയാണ് ചെയ്യേണ്ടത്? ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് നിൽക്കേണ്ടത്, ഈ പ്രശ്നത്തിന് ശാശ്വതമായി പരിഹാരം കണ്ടെത്താൻ വേണ്ടി ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കേണ്ട ഗവൺമെന്റായിട്ട് നമ്മുടെ എല്ലാ ഗവൺമെന്റുകളും മാറേണ്ടതില്ല. ഇതിപ്പോൾ ഭരിക്കുന്ന ഗവൺമെന്റ് മാത്രമല്ല, നാൾക്ക് നാൾ ഭരിച്ചു വന്ന എല്ലാ ഗവൺമെന്റുകളും ഇതിനകത്ത് വളരെ സൈലന്റ് ആയിട്ട് മാറി എന്നുള്ളതാണ്. ആ സൈലന്റ് ആയിട്ട് മാറിയതിന് കാരണം നമുക്ക് അറിഞ്ഞുകൂടാ. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ സൈലന്റ് ആയിട്ട് മാറുന്നത്? ഇന്നലെ ഈ 2 ദിവസം മുമ്പ് തമിഴ്നാട്ടിലെ ഒരു കർഷക സംഘടനയുടെ നേതാവ് പറയുകയുണ്ടായി. അവർ പറഞ്ഞു, വയനാട്ടിൽ ദുരന്തം 5 കോടി രൂപ തന്നതാണ്, അതുകൊണ്ട് തമിഴ്നാടിന് നിങ്ങളോട് വലിയ വൈരാഗ്യമൊന്നുമില്ല, തമിഴ്നാടിനെ ആ രീതിയിൽ നിങ്ങൾ ശത്രുപക്ഷത്ത് കാണരുത്. നമ്മൾ ആരാണ് തമിഴ്നാടിനെ ശത്രുപക്ഷത്ത് കണ്ടത്?
നമ്മൾ ആരും തമിഴ്നാടിന്റെ ശത്രുപക്ഷത്ത് കണ്ടില്ലല്ലോ. നമ്മുടെ ആളുകളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ആളുകളെ ശത്രുപക്ഷത്ത് കാണുന്നത് പോലെയാണോ കാണുന്നത്? അങ്ങനെയല്ലല്ലോ. നമ്മളിതിനെ വളരെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. നമ്മൾ വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പെരുമാറേണ്ടതുണ്ട് എന്നുള്ളത് മാത്രമാണ് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്. എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനായിട്ടുള്ളത്, ഈ പ്രശ്നം അങ്ങനെ രണ്ട് സംസ്ഥാനം കേരളവും തമിഴ്നാടും കൂടെ കൂടി ഇരുന്ന് ചർച്ച ചെയ്താൽ തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇനി പുതിയ ഡാം ഉണ്ടാകുക എന്ന് പറയുന്നത് അത്രമേൽ പ്രായോഗികമാണെന്ന് അതില്ല. പുതിയ ഡാം ഉണ്ടാകണമെങ്കിൽ എത്രയോ കോടികളുടെ ചെലവാണ് ഒരു പുതിയ ഡാമിനുണ്ടാകുന്നത്. അത് നിർമ്മിക്കണമെങ്കിൽ എത്ര കാലത്തെ പ്രയത്നം ഉണ്ടാകണം. ഒരു 8 വർഷമെങ്കിലും എടുക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഒരു മുല്ലപ്പെരിയാർ ഡാമിന് പുതിയ ഡാം പണിയണമെങ്കിൽ. അങ്ങനെ ഒരു പുതിയ ഡാം പണിയണമെങ്കിൽ അത് എവിടെയാണ് പണിയേണ്ടത്? കേരളത്തിലാണ് പണിയേണ്ടത്. അങ്ങനെ കേരളത്തിൽ പുതിയ ഡാം പണിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പുതിയ കരാറ് രൂപപ്പെടേണ്ടതുണ്ട്. അങ്ങനെ പുതിയ കരാറ് രൂപപ്പെടുമ്പോൾ തമിഴ്നാടിന് ഇത്രയും കാലം ലഭ്യമായതുപോലെയുള്ളൊരു നേട്ടം പുതിയ കരാറിൽ ഉണ്ടാകാൻ യാതൊരു സാധ്യതയില്ല. അതുകൊണ്ട് തമിഴ്നാട് ഇനി ഒരു പുതിയ ഡാമിന് വേണ്ടിയിട്ടുള്ള ഒരു പിന്തുണ നൽകുമോ എന്നുള്ളതിൻ്റെ അകത്ത് കാര്യമായിട്ടുള്ള സംശയം ഉണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കേരളം വിട്ടുവീഴ്ചകൾ തന്നെ ചെയ്യണം. കേരളം വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടത് എന്ത് വിട്ടുവീഴ്ചയാണ് ചെയ്യേണ്ടത്? കേരളം ഇങ്ങനെ ഒരു ധാരണയിലേക്ക് എത്തുന്നതിന് മുമ്പേ ഒരു കരാറിലേക്ക് എത്തണം. അവർക്ക് ആവശ്യമായ വെള്ളം നമ്മൾ സമൃദ്ധമായിട്ട് കൊടുക്കും എന്ന് അവർക്ക് ഉറപ്പ് നൽകുന്ന രീതിയിലുള്ളൊരു കരാറിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. അത് തോറ്റു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, അത് തമിഴ്നാടിന് മുമ്പിൽ നമ്മൾ കേരളം തോക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള അജണ്ട. അതിൻ്റെ ഭാഗമായിട്ട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നാൽ ആ വിട്ടുവീഴ്ചകൾ ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സും കാണിക്കേണ്ടതുണ്ട്. ഇവിടുത്തെ ജനപ്രതിനിധികൾ, ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ജനപ്രതിനിധികൾ എല്ലാവരും ഇത്തരത്തിലുള്ള ഒരു ആവശ്യം അത് ഗവൺമെന്റുകളുടെ മുമ്പിൽ വെക്കണം. അത് MP-മാരാണെങ്കിലും MLA-മാരാണെങ്കിലും പാർലമെന്റിൽ MP-മാർ ഈ വിഷയത്തിന് മേൽ ഒരു വലിയ സമ്മർദ്ദ ശക്തിയായിട്ട് മാറണം. അവിടെ പോയി പുതിയ ഡാം ഉണ്ടാകുക, മുല്ലപ്പെരിയാർ പുതിയ ഡാം ഉണ്ടാക്കണം എന്ന് പറയുന്നതിൻ്റെ അത് വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മുല്ലപ്പെരിയാർ പുതിയ ഡാം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്രമേൽ എളുപ്പമുള്ള പണിയൊന്നുമില്ല. അങ്ങനെ പുതിയ ഡാം ഉണ്ടാക്കുക എന്നുള്ളതല്ല ഇപ്പം അനിവാര്യമായിട്ടുള്ള കാര്യം. ഈ ജലത്തിന്റെ മർദ്ദം കുറയ്ക്കേണ്ടതുണ്ട്, ഈ ജലത്തിന്റെ അളവ് കുറയ്ക്കേണ്ടതുണ്ട്. അടിയന്തരമായിട്ട് ഉണ്ടാവേണ്ടതല്ല, അതല്ലേ ഈ ഡാമിന് സമ്മർദ്ദം ഉണ്ടാകാതെ നിലനിർത്തുക എന്നുള്ളതല്ലേ. അതിൻ്റെ അകത്ത് ജലത്തിന്റെ അളവ് കുറയ്ക്കുക, മർദ്ദം കുറയ്ക്കുക എന്നുള്ളതാണല്ലോ അനിവാര്യമായിട്ട്. ഇനി വേറെ ഏതെങ്കിലും വഴികളിലൂടെ തമിഴ്നാട്ടിലേക്ക് അവർക്ക് ആവശ്യമായ വെള്ളം എത്തിക്കാൻ നമുക്ക് വേറെ മാർഗങ്ങളുണ്ടെങ്കിൽ ആ മാർഗം കണ്ടെത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ടേ. അതിനുശേഷമല്ലേ പുതിയ ഡാമിനെ കുറിച്ചുള്ള ആലോചന നമ്മൾ നടത്തേണ്ടത്. അങ്ങനെ മുല്ലപ്പെരിയാർ ഈ തമിഴ്നാടിന് ആവശ്യമായിട്ടുള്ള ജലം അത് ഏത് മാർഗമായാണോ അവർക്ക് എത്തിക്കാനായിട്ട് പറ്റുന്നത് അത് ലഭ്യമാക്കാനായിട്ടുള്ള വഴികൾ കണ്ടെത്തണം. അതാണ് നമുക്ക് ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, തീർച്ചയായിട്ടും ഇത് ഡാമിൻ്റെ ഒരു കാര്യം എന്നതിനേക്കാളുപരി 35 ലക്ഷം ആളുകളുടെ ജീവനെ സംബന്ധിക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ലോകത്ത് തന്നെ നടന്നിരിക്കുന്ന ഏറ്റവും വലിയ ഡാം ദുരന്തമാണ് അച്ഛൻ നേരത്തെ പറഞ്ഞ ചൈനയിൽ നടന്ന ദുരന്തം. അതിൽ 1,70,50,000 പേരാണ് മരണപ്പെട്ടത്. ഇത് എന്ന് പറയുന്നത് 35 ലക്ഷം പേരും അതിനുപരി എത്രയോ പേർക്ക് ഇത് ബാധിക്കാം, ഈ ഒരു വിഷയം ബാധിക്കാം എന്ന് തന്നെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഒരു മനുഷ്യജീവൻ്റെ, ഇത്ര ലക്ഷക്കണക്കിന് മനുഷ്യജീവൻ്റെ വിലയെ കരുതി ഇരു സർക്കാരുകളും ഒപ്പം കേന്ദ്ര സർക്കാർ, നമുക്കിപ്പോൾ 2 കേന്ദ്രമന്ത്രിമാരുണ്ട്, അത് കഴിഞ്ഞ ടൈമിൽ ഉണ്ടായിരുന്ന കേന്ദ്രമന്ത്രിമാരെല്ലാം, ഇവരെല്ലാം ഈ ഒരു വിഷയത്തിൽ ഇടുക്കി ജനത മാത്രമല്ല കേരളത്തിലെ ഒരു 4 ജില്ലകളിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടത് തന്നെയുണ്ട് എന്നുള്ളത്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ 999 വർഷത്തെ ഈ ഒരു കരാറാണ്. ഏകദേശം ഒരു 50 വർഷത്തേക്ക് വേണ്ടി പണിത ഒരു ഡാം, അത് തുർക്കി മിശ്രിതമായി എല്ലാം ചെയ്യുന്ന ഏകദേശം 100 വർഷത്തേക്കുള്ള ഒരിക്കലും അതിന് വളരെ ബലം ഉണ്ടാകില്ല എന്ന രീതിയിൽ തന്നെയുള്ള ഇതാണ് 999 വർഷത്തേക്ക് തന്നെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഒരു വിരോധാഭാസം കണ്ടിട്ടെങ്കിലും സർക്കാരുകൾ ഇത് മാറ്റേണ്ടതല്ലേ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരായാലും സുപ്രീം കോടതിയായാലും ഈ ഒരു നിലപാട് എടുക്കേണ്ടതല്ലേ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഇപ്പം ഇന്നലെ സഭ പറഞ്ഞൊരു കാര്യമുണ്ട്, പാമ്പ്ലാനി പിതാവ് സഭയുടെ ഇതായിട്ട് തന്നെ പറഞ്ഞ സഭയുടെ നിലപാട് ഇതാണ്: മുല്ലപ്പെരിയാറിൽ പുതിയൊരു ഡാം വേണം, തമിഴ്നാടിന് വെള്ളവും വേണം എന്നൊരു നിലപാടാണ് സഭയുടെ ഭാഗത്തു നിന്ന് എടുക്കുകയാണ്. ഇനി ഇടുക്കി രൂപത ഈ ഒരു വിഷയമായി ഏറ്റവും അടുത്ത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും ഇടുക്കി രൂപതയെ തന്നെയാണ് ഈ ഒരു വിഷയം. ഇടുക്കി രൂപത എന്ത് നിലപാടാണ് ഇനിയുള്ള മേഖലകളിൽ എടുക്കുന്നത് ഈ വിഷയത്തിൽ? തമിഴ്നാടിന് ജലം കൊടുക്കണം എന്ന കാര്യത്തിൽ നമുക്ക് വേറെ സംശയങ്ങളൊന്നുമില്ല. അവർക്ക് ലഭ്യമാകേണ്ടതാണ്. അവർക്ക് ഞാൻ ഏറ്റവും ആദ്യം സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട്ടിൽ മഴ കുറഞ്ഞ സ്ഥലമാണ്, ജലസ്രോതസ്സുകൾ കുറഞ്ഞ സ്ഥലമാണ്. അവർക്ക് നമ്മളെപ്പോലെയുള്ള സഹോദരങ്ങളാണ്, മനുഷ്യരാണ് ജീവിക്കുന്നത്, അവർക്ക് ജലം വേണം.
അവർ നമ്മളെ ഏറെ സഹായിക്കുന്നവരുമാണ്. അവർക്ക് ജലം വേണം, അതിൻ്റെ അകത്ത് നമുക്ക് സംശയം തർക്കമൊന്നുമില്ല, അവർക്ക് ജലം വേണം. അതാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് ആവശ്യത്തിന് ജലം കൊടുക്കാനായിട്ടുള്ള വഴികൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ആ വഴികൾ കണ്ടെത്തുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ നടപടിക്രമം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പുതിയ ഡാം ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതല്ല ആ പുതിയ ഡാം ഉണ്ടാക്കുക, അത് പെട്ടെന്ന് ഇപ്പോൾ ഇന്ന് ഡാം പണി തുടങ്ങി അടുത്ത ആഴ്ച തീരുന്ന വിഷയമൊന്നുമല്ല, നമുക്കറിയാം. അത് വർഷങ്ങളോളം നീളുന്ന വലിയൊരു പ്രോസസ്സാണ്. ആ ഇത്രയും വർഷം നീളുന്നതിന് മുമ്പിൽ ഈ വർഷങ്ങൾക്കൊക്കെ നടുവിലൂടെ ആശങ്കയിൽ ഈ ജനം ജീവിക്കണമെന്നാണോ നമ്മൾ പറയുന്നത്? അതല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ആവശ്യപ്പെടുന്നത് മുല്ലപ്പെരിയാറിലെ ജലത്തിന്റെ അളവ് ഗണ്യമായി കുറയ്ക്കണം, സംഭരണ ജലത്തിന്റെ അളവ് ഗണ്യമായിട്ട് കുറയ്ക്കണം. ഇനി തമിഴ്നാട്ടിലേക്ക് മറ്റേതെങ്കിലും മാർഗത്തിലൂടെ ജലം ലഭ്യമാക്കാനായിട്ട് പറ്റുമോ എന്ന് ആധികാരികമായിട്ടുള്ള പഠനം നടത്തണം. അത് പഠനം നടത്തിയിട്ട് എത്രയും വേഗം അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. സുരക്ഷിതമായിട്ടുള്ള കെട്ടുറപ്പുള്ള ഒരു ഡാം അത് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കണം. ആ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം, നമ്മുടെ ആഗ്രഹം. അങ്ങനെ ഈ നാട്ടിലുള്ള മനുഷ്യർ സുരക്ഷിതരായിരിക്കാനായിട്ടുള്ള എല്ലാ വഴികളും ഏത് വിധേനയും ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും വെച്ചാൽ കേരളത്തിലെ ഓരോ ജനതയുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടതാണ് നമ്മുടെ സർക്കാരുകൾ. അവർ അത് ചെയ്യുകയും വേണം. ഇവിടെ ഒരു 35 ലക്ഷം പേര് വരുന്ന ആളുകൾ ആശങ്കയോടെയാണ് ഓരോ നിമിഷവും ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നത്. സർക്കാരുകൾ ഉടനെ ഈ ഒരു വിഷയത്തിൽ, മുല്ലപ്പെരിയാർ എന്ന വിഷയത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം കാണേണ്ട സമയമാണ്. അത് തമിഴ്നാട് സർക്കാർ എന്നല്ല, കേരളം എന്നല്ല, കേന്ദ്ര സർക്കാർ, ഈ 3 പേരും കൂടി ചേർന്ന് ശാശ്വതമായ പരിഹാരം, ജീവന് ആപത്തൊന്നും ഉണ്ടാകാതിരിക്കാൻ, ഇനിയൊരു ദുരന്തം താങ്ങാൻ കേരളത്തിൻ്റെ ജനതയുടെ മനസ്സിന് സാധിക്കില്ല. ആ ദുരന്ത നിവാരണം, അത് ദുരന്തം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു വിഷയത്തിൽ ഞങ്ങളോട് ഇപ്പോൾ ഇത്രയും സംസാരിച്ച ജിൻസച്ചന് ഒരുപാട് നന്ദി. താങ്ക് യു അച്ഛൻ. നേർക്കാഴ്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി നമുക്ക് കാണാം. നന്ദി.